അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തെരുവുനായ്ക്കൾക്ക് ആഹാരം നൽകുന്നവർക്ക് വിലക്കേർപ്പെടുത്തി കൂത്താട്ടുകുളം നഗരസഭ. നഗരത്തിൽ തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നടപടി. നഗരസഭാ പരിധിയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവുനായകൾക്ക് ആഹാരം നൽകുന്നവർക്ക് കർശന വിലക്കേർപ്പെടുത്തി കൂത്താട്ടുകുളം നഗരസഭ. അറവുശാലകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും മാംസ അവശിഷ്ടങ്ങളും കോഴികളുടെ കാലുകളും ശേഖരിച്ച ശേഷം ഇവ തെരുവുനായകൾക്ക് ആഹാരമായി നൽകുന്നത് നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണ്. പൊതു ഇടങ്ങളിൽ അപകടകരമായ രീതിയിൽ തെരുവുനായകളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം കരുതൽ നടപടികൾ ആരംഭിച്ചത്. നടപടികളുടെ ഭാഗമായി അറവശാലകളിലും കോഴിക്കടകളിലും നഗരസഭ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കടകളിലെ വേസ്റ്റ് തെരുവുനായകളുടെ ആഹാരമായി മാറുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും വേസ്റ്റ് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് സ്ഥാപന ഉടമകൾ അറിഞ്ഞിരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ്. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുപുഴയിൽ. കേരള സർക്കാർ അംഗീകാരത്തോടെ PSC അംഗീകരിച്ച കോഴ്സ്. കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ. SC OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും സൗജന്യ പരിശീലനവും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം. എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി.